പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള ടോപ്പിക് കണ്ടിന്യൂ ചെയ്യാണ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് ബിൽസ് റിസീവബിൾ, എന്താണ് ബിൽസ് പേയബിൾ, ദെൻ ഡിസ്കൗണ്ടിങ്, അതുപോലെ തന്നെ എൻഡോഴ്സ്മെൻറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇലുസ്ട്രേഷനും ഇതിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. For the purpose of accounting, a bill of exchange is known by two names. Bill of exchange അക്കൗണ്ടിംഗ് പർപ്പസിന് വേണ്ടി രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്ന് ബിൽ റിസീവബിൾ, രണ്ടാമത്തേത് ബിൽസ് പേയബിൾ. ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. A bill in respect of which a trader has to receive money is called bill receivable. ഒരു കച്ചവടക്കാരന് ഒരു ബില്ലിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം അതിലെ പൈസ കിട്ടാനാണെങ്കിൽ അതിനെ ആ ട്രേഡർ വിളിക്കുന്ന പേരാണ് ബിൽ റിസീവബിൾ. പൈസ കിട്ടാനുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറയുന്ന പേരാണ് ബിൽ റിസീവബിൾ. ഇറ്റ് ഈസ് എ കറന്റ് അസറ്റ്. എ ബിൽ ഈസ് ആക്സെപ്റ്റഡ് ബൈ എ ട്രേഡർ and for which he has to pay money is called bills payable. ഒരു ട്രേഡർ ഒരു ബില്ല് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ സപ്ലയേഴ്സ് തയ്യാറാക്കിയിട്ടുള്ള, അതല്ലെങ്കിൽ അയാളുടെ ക്രെഡിറ്റേഴ്സ് തയ്യാറാക്കിയിട്ടുള്ള ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു ട്രേഡർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ he has to pay money. ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ട്രേഡർ വിളിക്കുന്ന പേരാണ് ബിൽസ് പേയബിൾ. ഇറ്റ് ഈസ് എ കറന്റ് ലയബിലിറ്റി. ഒരു ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിനെ ഒരു ക്രെഡിറ്റർ വിളിക്കുന്ന പേരാണ് ബിൽ റിസീവബിൾ, കാരണം അയാൾക്ക് ആ ബില്ല് പ്രകാരം പൈസ കിട്ടാനാണ്. ഒരു ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിനെ ഒരു ഡെപ്റ്റർ വിളിക്കുന്ന പേരാണ് ബിൽസ് പേയബിൾ, കാരണം ആ ബില്ല് പ്രകാരം അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് പ്രകാരം ഡെപ്റ്റർ പൈസ കൊടുക്കാനുണ്ട്. ഇനി എന്താണ് ഡിസ്കൗണ്ടിങ് എന്ന് നോക്കാം. ഒരു ട്രേഡറുടെ കൈവശം ഇരിക്കുന്ന ബിൽസ് റിസീവബിൾ അയാൾക്ക് ക്യാഷിന് അത്യാവശ്യം വരുന്ന സമയത്ത്, പണത്തിന് ആവശ്യം വരുന്ന സമയത്ത് അയാൾക്ക് ഈ ബില്ല് ബാങ്കിൽ കൊടുത്ത് എൻകാഷ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എൻകാഷ് ചെയ്യാൻ വേണ്ടി ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ലിൽ എഴുതിയിട്ടുള്ള യഥാർത്ഥ എമൗണ്ടിനേക്കാളും കുറഞ്ഞ എമൗണ്ട് മാത്രമാണ് ട്രേഡർക്ക് ബാങ്ക് അനുവദിച്ചു നൽകുന്നത്. അങ്ങനെ ബാങ്ക് ഈ സർവീസിന് പകരമായി എടുക്കുന്ന ചെറിയ എമൗണ്ടിനെ, ആ കുറവിനെ പറയുന്ന പേരാണ് ഡിസ്കൗണ്ട്. ദ പ്രോസസ് ഓഫ് എൻകാഷിംഗ് ദ ബിൽ വിത്ത് ദ ബാങ്ക് ഈസ് കാൾഡ് ഡിസ്കൗണ്ടിങ് ദ ബിൽ. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി എൻകാഷ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിസ്കൗണ്ടിങ്. ദ എമൗണ്ട് ഡിഡക്റ്റഡ് ബൈ ദ ബാങ്ക് ഈസ് കാൾഡ് ഡിസ്കൗണ്ട്. ആ ബില്ലിൽ പറഞ്ഞ എമൗണ്ടിനേക്കാളും കുറഞ്ഞ എമൗണ്ട് മാത്രമാണ് ട്രേഡർക്ക് കിട്ടുന്നത്. ആ ബാങ്ക് കുറക്കുന്ന ആ ചെറിയ എമൗണ്ടിനെ പറയുന്ന പേരാണ് ഡിസ്കൗണ്ട്. ഇനി എന്താണ് എൻഡോഴ്സ്മെന്റ്? ഒരു ട്രേഡറുടെ കയ്യിലിരിക്കുന്ന ബിൽസ് റിസീവബിൾ ഒരു അസറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രേഡർക്ക് വേണമെങ്കിൽ അയാളുടെ ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട് ഈ ബിൽസ് റിസീവബിളിനെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ട്രേഡേഴ്സ് അവരുടെ ബാധ്യത തീർക്കുന്നതിന് വേണ്ടി അവരുടെ സപ്ലയേഴ്സിന് അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റേഴ്സിന് ഈ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് കൈമാറുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് എൻഡോഴ്സ്മെന്റ്. ദ ബിൽ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ ദ ഡ്രോവർ ബൈ പുട്ടിംഗ് ഹിസ് സിഗ്നേച്ചർ അലോങ് വിത്ത് ദ നെയിം ഓഫ് ദ പാർട്ടി ടു ഹൂം ഇറ്റ് ഈസ് ബീയിങ് ട്രാൻസ്ഫേർഡ്. ഇനി അങ്ങനെ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ട്രേഡർ സൈൻ ചെയ്യണം. മാത്രമല്ല ഇത് ആർക്കാണോ കൈമാറ്റം ചെയ്യുന്നത്, ഇനി ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറി, അയാളുടെ പേരും അഡ്രസ്സൊക്കെ അതിൽ കൃത്യമായി രേഖപ്പെടുത്തണം. ദ ആക്ട് ഓഫ് സൈനിങ് ആൻഡ് ട്രാൻസ്ഫറിങ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് കാൾഡ് എൻഡോഴ്സ്മെന്റ്. ഇങ്ങനെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ സൈൻ ചെയ്ത് അത് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എൻഡോഴ്സ്മെന്റ്. ഇനി നമുക്കൊരു ഇലിസ്ട്രേഷൻ നോക്കാം. ഇലിസ്ട്രേഷൻ ഇങ്ങനെയാണ്. അമീർ സോൾഡ് ഗുഡ്സ് ഫോർ ₹20,000 ടു സുനീർ on credit on January 1, 2017. Amir drew a bill of exchange upon Sunir for the same amount for 3 months. Sunir accepted the bill and returned it to Amir. Sunir met his acceptance on maturity.
ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. അമീർ ഒരു സെല്ലറാണ്, സുനീർ ആണ് ബയ്യർ. അമീർ 20,000 രൂപയുടെ ഗുഡ്സ് സുനീറിന് ക്രെഡിറ്റിന് വിറ്റു ജനുവരി 1-ാം തീയതി 2017. അങ്ങനെ വിറ്റ ഉടനെ അതേ ദിവസം തന്നെ അമീർ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കി 3 മാസത്തെ ക്രെഡിറ്റ് ആണ് അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഡോക്യുമെന്റ് തയ്യാറാക്കി സുനീറിന് കൈമാറി. സുനീർ അത് ആക്സെപ്റ്റ് ചെയ്ത് തിരിച്ച് അമീറിന് തന്നെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അതിൽ പറഞ്ഞിട്ടുള്ള മെച്യൂരിറ്റി ഡേറ്റ് ആയ സമയത്ത് സുനീർ കൃത്യമായി പേയ്മെന്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ദ നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അമീർ ആൻഡ് സുനീർ അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അമീറിൻ്റെ അക്കൗണ്ട് ബുക്കിലും ജേണൽ എൻട്രികൾ എഴുതണം, സുനീറിൻ്റെ അക്കൗണ്ട് ബുക്കിലും ജേണൽ എൻട്രികൾ എഴുതണം. അമീർ സെല്ലറാണ്, സുനീർ ബയ്യറാണ്. അപ്പോൾ ആ അസംഷനിൽ നമ്മൾ 2 ബുക്കിലും ജേണൽ എൻട്രികൾ രേഖപ്പെടുത്തണം അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്: അമീർ റിറ്റൈൻഡ് ദ ബിൽ ടിൽ ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് മെച്യൂരിറ്റി. ആ ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നത് വരെ ആ ബില്ല് അമീർ കൈവശം വെക്കുന്നു. മെച്യൂരിറ്റി ഡേറ്റിൽ അത് പ്രസന്റ് ചെയ്യുന്നു, സുനീർ പേയ്മെന്റ് നടത്തുന്നു. അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, മെച്യൂരിറ്റി ഡേറ്റ് വരെ അമീർ വെയിറ്റ് ചെയ്യുന്നില്ല. ഹി ഡിസ്കൗണ്ടഡ് ദ ബിൽ അറ്റ് ദ റേറ്റ് 12% പെർ ആനം. അത് കിട്ടിയ ഉടനെ തന്നെ, ബിൽസ് റിസീവബിൾ കിട്ടിയ ഉടനെ തന്നെ അമീർ ചെയ്യുന്നത് ഈ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്ത് അത് ക്യാഷാക്കി മാറ്റുകയാണ്. മൂന്നാമത്തെ കേസ് പറയുന്നത്, അമീർ എൻഡോസ്ഡ് ദ ബിൽ ടു ഹിസ് ക്രെഡിറ്റർ സുനിൽ. അപ്പോൾ അമീർ മെച്യൂരിറ്റി ഡേറ്റ് വരെ കൈവശം വെക്കുന്നില്ല, അത് ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല, പകരം ഹീസ് എൻഡോസിങ് ദ ബിൽ. അയാളുടെ ക്രെഡിറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ സപ്ലയർ ആയിട്ടുള്ള സുനിലിന് ഈ ബിൽസ് റിസീവബിൾ എൻഡോസ് ചെയ്ത് കൈമാറുകയാണ്. ഇങ്ങനെ 3 സർക്കംസ്റ്റാൻസസിൽ വരാവുന്ന ജേണൽ എൻട്രികളാണ് ഇതിൽ എഴുതാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഓരോ സർക്കംസ്റ്റാൻസസും പ്രത്യേകം പരിശോധിക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അമീർ സോൾഡ് ഗുഡ്സ് ഫോർ ₹20,000 ടു സുനീർ ഓൺ 1 ജാനുവരി 2017. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, അമീർ ഡ്രൂ എ ബിൽ ഫോർ 3 months. 3 മാസത്തേക്കാണ് ബില്ല് ഡ്രോ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ജനുവരി 1-ാം തീയതിയാണ് ഈ ക്രെഡിറ്റ് സെയിൽസ് നടന്നിട്ടുള്ളത്. അന്നാണ് ബില്ല് ഡ്രോ ചെയ്തിട്ടുള്ളത്. 3 മാസമാണ് ക്രെഡിറ്റ് പീരീഡ്. ഇപ്പോൾ ജനുവരി 1 തുടങ്ങി ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 1-നാണ് 3 മാസം തികയുന്നത്. അതിനോടുകൂടെ 3 days ആഡ് ചെയ്യണം. ഇറ്റ് ഈസ് കാൾഡ് ഡേയ്സ് ഓഫ് ഗ്രേസ്. അത് ആഡ് ചെയ്ത് വരുമ്പോൾ മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് കിട്ടുന്നത് ഏപ്രിൽ 4-ാം തീയതിയാണ്. അങ്ങനെ ഏപ്രിൽ 4-ാം തീയതിയാണ് ഈ ബില്ല് പ്രകാരമുള്ള സെറ്റിൽമെന്റ് നടത്തേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, സുനീർ മെറ്റ് ഹിസ് ആക്സെപ്റ്റൻസ് ഓൺ മെച്യൂരിറ്റി. മെച്യൂരിറ്റി ഡേറ്റിൽ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 4-ാം തീയതി സുനീർ ആ ബില്ല് പ്രകാരമുള്ള പണം കൊടുത്തിട്ടുണ്ട്. സെല്ലറായിട്ടുള്ള അമീറിൻ്റെ അക്കൗണ്ടിലാണ് ആദ്യം ജേണൽ എൻട്രികൾ എഴുതുന്നത്. അത് തന്നെ ഒന്നാമത്തെ സർക്കംസ്റ്റാൻസ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. മീൻസ് ഹി റീറ്റെയിൻഡ് ദ ബിൽ ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. നമുക്ക് ഓരോ ജേണൽ എൻട്രികൾ പ്രത്യേകം നോക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് സെയിൽസ് ടു സുനീർ. സുനീർ ഡെപ്റ്ററാണ്. ക്രെഡിറ്റ് സെയിൽസ് ആയത് കാരണം ഡെറ്റേഴ്സ് വർദ്ധിക്കും, അസറ്റ് വർദ്ധിക്കും. അതുകൊണ്ട് സുനീറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് ഒരു ഇൻകാണ്, ഇൻകം ഇൻക്രീസ് ചെയ്യാണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഡേറ്റ് എഴുതുക 1/1/2017. സുനീർ അക്കൗണ്ട് ഡെറ്റർ, കാരണം അസറ്റ് ഇൻക്രീസ് ചെയ്തു. എമൗണ്ട് 20,000. ക്രെഡിറ്റ് ചെയ്യേണ്ടത് സെയിൽസ് അക്കൗണ്ട്. അതിനുള്ള കാരണം ഇൻകം ഇൻക്രീസ് ചെയ്തു. എമൗണ്ട് 20,000. നരേഷൻ എഴുതേണ്ടത് സോൾഡ് ഗുഡ്സ് ടു സുനീർ ഓൺ ക്രെഡിറ്റ്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നടന്നത് അതേ ദിവസം തന്നെയാണ്. അമീർ തയ്യാറാക്കിയിട്ടുള്ള ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് സുനീർ ആക്സെപ്റ്റ് ചെയ്ത് തിരിച്ചു നൽകി. അതുകൊണ്ട് അമീറിന് ഒരു അസറ്റ് കിട്ടി. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന ഒരു അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യും. അതേസമയം സുനീർ പറയുന്ന അക്കൗണ്ട് നമ്മൾ അത്രയും എമൗണ്ടിന് കുറച്ചു കൊടുക്കണം. സുനീർ എന്ന് പറയുന്ന അസറ്റ് കുറയും, അല്ലെങ്കിൽ സൺട്രി ഡെറ്റേഴ്സ് കുറയും, ബിൽസ് റിസീവബിൾ കൂടും. ഡേറ്റ് 1/1/2017. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ, കാരണം അസറ്റ് ഇൻക്രീസ് ചെയ്തു 20,000. അതേസമയം
സുനീർ എന്ന് പറയുന്ന ഡെറ്റേഴ്സ് എമൗണ്ട് കുറയും. അസറ്റ് ഡിക്രീസ് ചെയ്തു 20,000. റിസീവ്ഡ് സുനീർസ് ആക്സെപ്റ്റൻസ്, സുനീറിൻ്റെ ആക്സെപ്റ്റൻസ് അമീറിന് കിട്ടി. അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്നത് മെച്യൂരിറ്റി ഡേറ്റിലാണ്. ഇപ്പോൾ ഫസ്റ്റ് സർക്കംസ്റ്റാൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അമീർ റീറ്റെയിൻ ദ ബിൽ ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്നാണ്. മെച്യൂരിറ്റി ഡേറ്റിൽ സുനീർ അമീറിന് പേയ്മെൻറ്റ് നടത്തുകയാണ്. അങ്ങനെ പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് അമീറിൻ്റെ കയ്യിൽ ക്യാഷ് കൂടും, അല്ലെങ്കിൽ ബാങ്കിലുള്ള ബാലൻസ് വർദ്ധിക്കും. അതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഡേറ്റ് 4/4/2017, അതാണ് മെച്യൂരിറ്റി ഡേറ്റ്. ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, കാരണം അസറ്റ് വർദ്ധിക്കും 20,000. അതേസമയം നമ്മുടെ കയ്യിലുള്ള ബിൽസ് റിസീവബിൾ കുറയും, അസറ്റ് ഡിക്രീസ് ചെയ്യും 20,000. നരേഷൻ, സുനീർ മെറ്റ് ഹിസ് ആക്സെപ്റ്റൻസ് ഓൺ മെച്യൂരിറ്റി. ഇങ്ങനെയാണ് ഒന്നാമത്തെ സർക്കംസ്റ്റാൻസസിൽ അമീറിൻ്റെ ബുക്കിൽ ജേണൽ എൻട്രികൾ രേഖപ്പെടുത്തേണ്ടത്. ഇനി രണ്ടാമത്തെ സർക്കംസ്റ്റാൻസ് പരിശോധിക്കാം. രണ്ടാമത്തെ സർക്കംസ്റ്റാൻസ് പറഞ്ഞിരിക്കുന്നത് അമീർ ഈസ് നോട്ട് വെയിറ്റിംഗ് ടിൽ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി, ഹി ഈസ് ഡിസ്കൗണ്ടിങ് ദ ബിൽ വിത്ത് ഹിസ് ബാങ്ക് അറ്റ് ദ റേറ്റ് 12% പെർ ആനം. 12% റേറ്റിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ട് ട്രാൻസാക്ഷൻസിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ആദ്യം ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നു, ബില്ല് റിസീവ് ചെയ്യുന്നു. അത് നേരത്തെ എഴുതിയ അതേ ജേണൽ എൻട്രികൾ തന്നെ റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. 1-ാം തീയതി സുനീറിൻ്റെ അക്കൗണ്ട് ഇൻക്രീസ് ചെയ്തു, അസറ്റ് ഇൻക്രീസ് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. രണ്ടാമത്തെ ട്രാൻസാക്ഷൻസ് ബിൽസ് റിസീവബിൾ കിട്ടി, അസറ്റ് ഇൻക്രീസ് ചെയ്തു. അത്രയും എമൗണ്ട് നമ്മൾ സുനീറിൻ്റെ അക്കൗണ്ടിൽ കുറച്ച് കൊടുക്കണം, അസറ്റ് ഡിക്രീസ് ചെയ്തു, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു സുനീറിനെ, നരേഷൻ എഴുതി. ഇനി ഇതേ സമയത്ത് തന്നെ, ഇതേ ഡേറ്റിൽ തന്നെ ഈ ബില്ല് ബാങ്കിൽ എൻകാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെ അത് ക്യാഷായിട്ട് ആര് വാങ്ങുകയാണ്? അമീർ വാങ്ങുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് സംഭവിക്കുന്നത് ബാങ്കിലെ ക്യാഷ് കൂടും, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് വർദ്ധിക്കും, അതല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് വർദ്ധിക്കും. പക്ഷേ 20,000 റുപ്പീസിൻ്റെ ബിൽസ് റിസീവബിൾ ബാങ്കിന് കൊടുത്താൽ അവർ 12% റേറ്റിൽ ഡിസ്കൗണ്ട് കുറക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ബില്ലിലെ എമൗണ്ട് 20,000 ഇൻറ്റു 12%, 12/100 ഇൻറ്റു ഈ ബില്ല് നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇനി അത് മെച്യൂരിറ്റി ഡേറ്റിലേക്ക് എത്ര മാസങ്ങളുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ജനുവരി 1-ാം തീയതിയാണ് ഇത് സബ്മിറ്റ് ചെയ്യുന്നത്. ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത് 3 months ആണ്. 3 മാസത്തെ ഡിസ്കൗണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണ് ഇൻറ്റു 3/12 ഇസ് ഈക്വൽ ടു 600. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. 20,000 മുഴുവനായും അമീറിന് കിട്ടുന്നില്ല, അതിൽ നിന്ന് 600 രൂപ അവർ കുറക്കും. അപ്പോൾ 19,400 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ 19,400 രൂപ ബാങ്കിൽ വർദ്ധിക്കും, അതല്ലെങ്കിൽ ക്യാഷിൽ വർദ്ധിക്കും. അസറ്റ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഡെബിറ്റ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്, ഇതേ സമയത്ത് 600 രൂപയുടെ ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. ആ എക്സ്പെൻസിന് പറയുന്ന പേര് ഡിസ്കൗണ്ട് എന്നാണ്. എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു 600. ഇങ്ങനെ നമ്മളെ കയ്യിലുള്ള 20,000 രൂപ വിലയുള്ള ബിൽസ് റിസീവബിൾ നമ്മൾ ആർക്ക് കൈമാറുകയാണ്? അല്ലെങ്കിൽ അമീർ ബാങ്കിന് കൈമാറുകയാണ്. ആ അസറ്റ് കുറയും. ബിൽസ് റിസീവബിൾ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് ഡിക്രീസ് ചെയ്തു 20,000. ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക്. ഇങ്ങനെയാണ് രണ്ടാമത്തെ സർക്കംസ്റ്റാൻസിൽ ജേണൽ എൻട്രികൾ എഴുതേണ്ടത്. ആദ്യത്തെ 2 ജേണൽ എൻട്രികൾക്ക് മാറ്റമില്ല. മൂന്നാമത്തെ ജേണൽ എൻട്രിയിൽ അത് ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത് എൻകാഷ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ ജേണൽ എൻട്രി. മൂന്നാമത്തെ സർക്കംസ്റ്റാൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അമീർ എൻഡോഴ്സ് ദ ബിൽ ടു ഹിസ് ക്രെഡിറ്റർ സുനിൽ. അമീർ മെച്യൂരിറ്റി ഡേറ്റ് വരെ കാത്തു നിൽക്കുകയോ ബാങ്കിൽ കൊടുത്ത് എൻകാഷ് ചെയ്യുകയോ ചെയ്യുന്നില്ല. പകരം അമീറിൻ്റെ ക്രെഡിറ്റർ ആയിട്ടുള്ള സുനിലിന് ഈ അസറ്റ് കൈമാറുകയാണ് ചെയ്യുന്നത്. ഇവിടെയും ആദ്യത്തെ 2 ജേണൽ എൻട്രികൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ക്രെഡിറ്റ് സെയിൽസും അതുപോലെ തന്നെ ബില്ല് റിസീവ് ചെയ്യുന്നതും. മൂന്നാമത്തെ ജേണൽ എൻട്രിയിലാണ് മാറ്റം വരുന്നത്. അമീറിൻ്റെ കയ്യിലുള്ള ഒരു അസറ്റ് ഒരു ക്രെഡിറ്റർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അസറ്റ് ക്രെഡിറ്റർക്ക് കൊടുക്കുമ്പോൾ അസറ്റ് കുറയും, അതുപോലെ തന്നെ ബാധ്യതയും കുറയും.
സുനിലിന് കൊടുക്കാനുള്ള എമൗണ്ടിലേക്കാണ് ഈ അസറ്റ് കൈമാറുന്നത്. അതുകൊണ്ട് സുനിലിന് കൊടുക്കാനുള്ള എമൗണ്ട് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, സുനിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അസറ്റ് കുറയുന്നത് കാരണം ബിൽസ് റിസീവബിൾ അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യണം. 1/4/2017 ലയബിലിറ്റി ഡിക്രീസ് ചെയ്യും. സുനിലാണ് ബാധ്യത, സുനിൽ അക്കൗണ്ട് കുറയണം, ഡെബിറ്റ് ചെയ്തു, കാരണം ലയബിലിറ്റി ഡിക്രീസ് ചെയ്തു 20,000. അതേസമയം ഒരു അസറ്റും ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ബിൽസ് റിസീവബിൾ ആണ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നത്, അതുകൊണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. സുനീർ എൻഡോസ്ഡ് ദ ബിൽ. ഇങ്ങനെയാണ് തേർഡ് സർക്കംസ്റ്റാൻസിൽ അമീറിൻ്റെ ബുക്കിൽ ജേണൽ എൻട്രികൾ രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ 3 സർക്കംസ്റ്റാൻസസും കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സുനീറിൻ്റെ അക്കൗണ്ടിൽ, ബയ്യർ ആയിട്ടുള്ള സുനീറിൻ്റെ അക്കൗണ്ടിലാണ് ഇനി നമുക്ക് ജേണൽ എൻട്രികൾ രേഖപ്പെടുത്താനുള്ളത്. ഇൻ ദ ബുക്സ് ഓഫ് സുനീർ, ബയ്യർ ആണ്. ഹി ഈസ് പർച്ചേസിങ് ഗുഡ്സ് ഫ്രം അമീർ ഓൺ ക്രെഡിറ്റ്. അതാണ് സുനീർ ചെയ്യുന്നത്. എല്ലാ സർക്കംസ്റ്റാൻസസിലും ഒരേ ജേണൽ എൻട്രി ആണ് സുനീറിൻ്റെ ബുക്കിൽ വരുന്നത്. കാരണം ഓരോ സർക്കംസ്റ്റാൻസിലും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അമീറാണ്, അത് സുനീറുമായിട്ട് പ്രത്യേകിച്ച് ബന്ധങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ സുനീറിൻ്റെ അക്കൗണ്ടിൽ വരുന്ന എല്ലാ ജേണൽ എൻട്രികളും സെയിം ജേണൽ എൻട്രീസ് ആണ് വരുന്നത്. അണ്ടർ ആൾ സർക്കംസ്റ്റാൻസസ് ദ സെയിം ജേണൽ എൻട്രീസ് ആർ റിപ്പീറ്റഡ്. ഫസ്റ്റ് ജേണൽ എൻട്രി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അമീർ ഓൺ ക്രെഡിറ്റ്. ബയ്യർ ആണ്, സാധനങ്ങൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് പർച്ചേസസിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതേസമയം ഒരു ലയബിലിറ്റി വരുന്നുണ്ട്. ആർക്ക് പൈസ കൊടുക്കാനുണ്ട്? അമീറിന് പൈസ കൊടുക്കാനുണ്ട്. അമീർ ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ലയബിലിറ്റി ക്രെഡിറ്റ് ചെയ്യണം. നോക്കാം, ജേണൽ എൻട്രി നോക്കാം. 1/1/2017 പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ചെയ്യാൻ കാരണം എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, എമൗണ്ട് 20,000. ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് അമീർ അക്കൗണ്ടാണ്, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് അമീറിനെ ക്രെഡിറ്റ് ചെയ്തു 20,000. രണ്ടാമത് ചെയ്യുന്നത്, ഇങ്ങനെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത ഉടനെ അമീർ തയ്യാറാക്കിയിട്ടുള്ള ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് സുനീർ ആക്സെപ്റ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് പ്രകാരം പൈസ കൊടുക്കാനാണെങ്കിൽ ആ ഡോക്യുമെന്റിന് സുനീർ പറയുന്നത് ബിൽസ് പേയബിൾ എന്നാണ്. അങ്ങനെ ആ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി അമീർ എന്ന് പറയുന്ന ലയബിലിറ്റി കുറയുകയും പുതിയൊരു ലയബിലിറ്റി ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി അക്കൗണ്ടിൽ വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അമീർ എന്ന് പറയുന്ന ലയബിലിറ്റി കുറയും, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യും 20,000. അതേസമയം ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ഒരു പുതിയ ലയബിലിറ്റി നമ്മൾ അക്കൗണ്ട് ചെയ്യണം. ബിൽസ് പേയബിൾ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു, കാരണം ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു 20,000. ആക്സെപ്റ്റഡ് ബിൽ ഡ്രോൺ ബൈ അമീർ. ഇനി മെച്യൂരിറ്റി ഡേറ്റിൽ എന്ന് പറയുമ്പോൾ ഏപ്രിൽ 4 സുനീർ അമീറിന് പേയ്മെൻറ്റ് നടത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ അയാളുടെ കയ്യിലുള്ള ക്യാഷ് കുറയും, അതല്ലെങ്കിൽ ബാങ്കിലെ ബാലൻസ് കുറയും, അസറ്റ് റെഡ്യൂസ് ചെയ്യും. അതേസമയം തന്നെ ബാധ്യത കുറയും. ഇനി ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ഒരു ബാധ്യത ആർക്കില്ല? സുനീറിന് ഇല്ല. അപ്പോൾ മൂന്നാമത്തെ ജേണൽ എൻട്രി വരുന്നത് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ നിലവിലുള്ള ലയബിലിറ്റി ബിൽസ് പേയബിൾ ആണ്, അത് ഡെബിറ്റ് ചെയ്യണം, കാരണം ലയബിലിറ്റി ഡിക്രീസ് ചെയ്തു 20,000. അതുപോലെ തന്നെ ഒരു അസറ്റ് കുറയും, പേയ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് അസറ്റ് കുറയും, ക്യാഷ് അക്കൗണ്ടിനെ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് കുറഞ്ഞു 20,000. മെറ്റ് ആക്സെപ്റ്റൻസ് ഓൺ മെച്യൂരിറ്റി. ഇത്രയാണ് ഈ ഇലുസ്ട്രേഷനിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 4 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, ബിൽസ് റിസീവബിൾ എന്താണ്, ബിൽസ് പേയബിൾ എന്താണ്, ഡിസ്കൗണ്ടിങ്, അതുപോലെ തന്നെ എൻഡോഴ്സ്മെൻറ്റ്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വിഷയവുമായിട്ട് ഇനിയും കാണാം.